ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പുട്ടാണ് കേട്ടോ. പുട്ടിൽ നമ്മൾ തലേന്നത്തെ ബാക്കി ചോറില്ലേ, ആ ചോറ് കുറച്ചെടുക്കുക, കുറച്ച് പൊടിയിടുക, ഉപ്പിട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴച്ച പോലെ കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കൽ. പുട്ടുപൊടിയൊന്നും ഞാൻ അങ്ങനെ വാങ്ങലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണം. ചിക്കൻ ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരകി എടുത്തുക്കണം. പുട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പുട്ടും കറിയൊക്കെ റെഡി ആയിക്കണു. ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് ഒരു വഴിക്ക് പോവാണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് ചോറ് വേകാനായിക്കണു. പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം കേട്ടോ പോവാൻ. അങ്ങനെ തുണികളൊക്കെ തിരുമ്പി ഉണക്കാനിട്ടിക്കണേ. ഇതൊക്കെ എടുത്ത് തോരയിടട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു വഴിക്ക് പോവാണ്ടെന്ന്, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കേട്ടോ MRI എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിൻ്റെ എന്തോ മാറ്റണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കേട്ടോ. കണ്ട എൻ്റെ മകനാണത് നിൽക്കണുണ്ടോ. ആശുപത്രിയിൽ നിന്ന് MRI ഒക്കെ എടുത്ത് അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. കുടിയൊക്കെ എത്തണമെങ്കിൽ ഇനി അരമണിക്കൂറാവും കേട്ടോ. റസ്ക്കും ചായ. എനിക്ക് പനി പിടിച്ചു ഗായ്സ്, പനി. അപ്പോൾ റസ്ക്കും ചായയും കുടിക്കുകയാണ്. കണ്ടോ. അപ്പം നമ്മൾ റസ്ക്കും ചായയൊക്കെ കുടിച്ച് ഗുളികയൊക്കെ കുടിച്ച് മെയിൻ കടിയിലേക്ക് വന്നിക്കണം കേട്ടോ. മൈദപ്പൊടി അപ്പാണ് ഇന്ന് ഉണ്ടാക്കണത്. അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കലക്കിയെടുക്കാം നമുക്ക്. മൈദപ്പൊടിയൊക്കെ കലക്കി. ഞാൻ എപ്പോഴൊന്നും മൈദപ്പൊടീൻ്റെ അപ്പം ഉണ്ടാക്കലില്ല കേട്ടോ. ഞാൻ വയ്യാത്തപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് ഉണ്ടാക്കണതാണ്. പിന്നെ ഇന്നലെ പോയി വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ രാവിലെയാണ് ഈ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പം ഇന്നലെ MRI എടുക്കാൻ ആർക്കാണ് പോയതെന്ന് വെച്ചാൽ എൻ്റെ മകൻ തന്നെ കേട്ടോ. അവന് ഫുട്ബോൾ കളിച്ചിട്ട് കാല് കെടിയെത്തിക്കണം. മുട്ടും കാലിൻ്റെ ചിരട്ട എന്തോ പറ്റിയിരിക്കണം. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ MRI എക്സ്റേ ഒക്കെ എടുത്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ നാളെ ഡോക്ടറെ അടുത്ത് പോകണം. നാളെ പോയിട്ട് ഡോക്ടർ എന്താ പറയണത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.